കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങൾ വിശദമായി കടന്നു പോകുന്നതിലേക്ക് ഉള്ള അവസരം കിട്ടാതിരുന്നത് കൊണ്ടാവാം വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഞാൻ 1-2 മിനിറ്റിൽ അത് ഒന്ന്, NEP 2020 മുൻപോട്ട് വയ്ക്കുന്ന റെക്കഗ്നിഷൻ ഓഫ് പ്രയർ ലേണിംഗ് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതാണ്ട് 48 പേജുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഇതുവഴി ഉദ്ദേശിക്കുന്നത് മുൻ പരിചയമുള്ള, മുൻ അറിവുള്ള ആളുകളെ റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് അവരുടെ ആ അറിവിനെയും നൈപുണ്യത്തെയും തിരിച്ചറിഞ്ഞ് അത് സർട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി ABC അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിലൂടെയും നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കിലൂടെയും അവർക്ക് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് റെക്കഗ്നിഷൻ ഓഫ് പ്രയർ ലേണിംഗ് എന്ന് പറയുന്ന ഈ കമ്പോണൻറ്റ്. കേൾക്കുമ്പോൾ വളരെ സുഖമുള്ള ഒരു കാര്യമാണെന്ന് തോന്നാം. പക്ഷേ ഇതുവഴി ചെയ്യുന്നത് എന്താണ്? ഇന്ത്യയെപ്പോലെ ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥയിൽ ഏതാണ്ട് തകർന്നടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ജാതി വ്യവസ്ഥയെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കമ്പോണൻ്റാണ് ഈ RPL. അതിൻ്റെ അർത്ഥം മുക്കുവൻ എൻ്റെ മക്കൾ അവൻ മീൻ പിടിക്കാൻ പോയാൽ മതി, ആ അനുഭവവും അറിവും ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട്, സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് അവൻ്റെ കുട്ടികളെ ആ രീതിയിലേക്ക് തന്നെ വിടാം. അതുപോലെ തെങ്ങ് കയറ്റക്കാരനും, അതുപോലെ ആശാരിയും, അതുപോലെ തട്ടാനും എല്ലാം, അതായത് കുലത്തൊഴിൽ ചെയ്ത് അങ്ങനെ ജീവിച്ചാൽ മതി. ശരിയായ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസം, റിസർച്ച് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വരേണ്യവർഗക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവിടേക്ക് നിങ്ങൾ വരണ്ട. ഈ RPL കമ്പോണൻ്റ് വഴി ഞങ്ങൾ നിങ്ങളെ നിങ്ങളുടെ കുലത്തൊഴിലിൽ തളച്ചിടും, അല്ലെങ്കിൽ നിങ്ങളെ കൂലിത്തൊഴിൽ തളച്ചിടും എന്ന ഒരു കമ്പോണൻ്റാണ് ഇതുവഴി മുമ്പോട്ട് വയ്ക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.